ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വൈറ്റ് ചപ്പാത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കരുതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. ഞാൻ ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലോട്ട് 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. പിന്നെ സെയിം അളവിൽ തന്നെ 1 കപ്പ് അരിപ്പൊടിയും കൂടി എടുക്കുന്നുണ്ട്. നമ്മളെ പത്തലിൻ്റെ പൊടിയില്ലേ, നമ്മളെ വീട്ടിലെല്ലാം ഉണ്ടാകുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ പത്തലിൻ്റെ പൊടിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കപ്പ് ഇല്ലെങ്കിൽ നമ്മൾ ഗ്ലാസ് അളവിലായാലും കുഴപ്പമൊന്നുമില്ല. 1 ഗ്ലാസ് മൈദപ്പൊടിയും അതേ അളവിൽ തന്നെ 1 ഗ്ലാസ് പത്തലിൻ്റെ പൊടിയും എടുത്താൽ മതി. അപ്പം അളവ് ഒരുപോലെ സെയിം ആയിട്ട് എടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ സ്പൂണിനെ കൊണ്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ 1.5 കപ്പ് പാലാണ്, ഇളം ചൂടിലെ പാലെടുക്കുന്നുണ്ട്. അപ്പം പാല് ഒന്ന് ഇളം ചൂടാക്കിയിട്ടില്ലെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് യൂസ് ചെയ്യാതിരുന്നാൽ മതി, തണുപ്പില്ലാത്ത പാല്. അപ്പോൾ എൻ്റെ പാല് ഫ്രിഡ്ജിലായിരുന്നു ഉണ്ടായത്. അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്തു. അപ്പോൾ പാല് ചൂടായതുകൊണ്ട് തന്നെ കൈ ഇട്ടിട്ട് നമുക്ക് കുഴക്കാൻ പറ്റില്ലല്ലോ, ചൂടില്ല പാലല്ലേ. അപ്പോൾ എന്നിട്ട് സ്പൂണോടൊന്ന് പാല് തണയുന്നത് വരെ ഒന്ന് സ്പൂണോട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ 1.5 കപ്പ് പാലാണ് എടുത്തത്. ഈ 2 കപ്പ് പൊടിയിലോട്ട് 1.5 കപ്പ് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മളെ ചപ്പാത്തിയും പത്തലെല്ലാം കുഴക്കുന്ന പോലെ തന്നെ അതേപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പം അതിൽ നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് അതും കൂടി കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക, ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പത്തലും ചപ്പാത്തി ദോശ ഡെയിലി തിന്ന് മടുത്തെങ്കിൽ ഒരു പ്രാവശ്യം ഈ വൈറ്റ് ചപ്പാത്തി ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണേ. അപ്പം ഞാനിതിന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അരമണിക്കൂറിന് ശേഷം നമുക്കിനി ഇത് ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് എന്താ പറയല്, നമ്മളെ പൂ പോലത്തെ ചപ്പാത്തി എന്നെല്ലാം പറയില്ലേ, പൂ പോലത്തെ പാലപ്പം അങ്ങനെയെല്ലാം പറയുന്ന പോലെ തന്നെ നമുക്ക് പറയാം, പൂ പോലത്തെ വൈറ്റ് ചപ്പാത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഞാനിത് 2 കപ്പ് പൊടിക്ക് എനിക്ക് ഇവിടെ 14 ചപ്പാത്തി ആയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അളവ് കൂട്ടുക കേട്ടോ. 2 4 കപ്പ് വേണമെങ്കിൽ ആ അളവിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം. നമുക്കിവിടെ അത്ര ആളുള്ളൂ, ആകെ 4 ആളേ ഉള്ളൂ. അതുകൊണ്ട് 14 ചപ്പാത്തി മതിയായിരുന്നു. അപ്പം നമ്മൾ ആദ്യം എടുത്ത അരിപ്പൊടിയോ മൈദപ്പൊടിയോ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് നമുക്ക് ഈ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ബോൾസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറുതാക്കിയാൽ മതി, അധികം വലുതാക്കാൻ പാടില്ല. അന്നേരം പിന്നെ നമ്മളെ ചപ്പാത്തിക്ക് കനം കൂടി പോവും. അതുകൊണ്ട് നേരിയ തോതിൽ പരത്തി കഴിഞ്ഞാലാണ് നമുക്ക് നല്ല ടേസ്റ്റിൽ കിട്ടല്. അപ്പോൾ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ എന്താ പറയല്, അമർത്തി പരത്തൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുന്ന, നമ്മൾ ചപ്പാത്തി പരത്തുന്ന അത്ര പോലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പെട്ടെന്ന് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാ ബോൾസും ഞാനിങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. കുറച്ച് അടിയിൽ മൈദയോ അരിപ്പൊടിയോ ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് എന്തൊക്കെയോ വർത്തമാനങ്ങളും കരച്ചിലെല്ലാം കേൾക്കും. അത് മോന് സുഖമില്ല, മോന് സുഖമില്ല, പനിയായിരുന്നു. അപ്പം അത് ഓന് ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്നു തട്ടി നടക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, വാക്കറിൽ ഇരുത്തി കഴിഞ്ഞാൽ ഓനിങ്ങനെ നടന്നോളും. അധികം വാശിയൊന്നും ഇല്ലാത്തൊരു മോനാണ്. ഇപ്പം പനിയായതുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക, വാശി പിടിച്ചിട്ട് തട്ടി നടക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പം ചെറിയ മോനാണ്, 8 മാസം അത്ര. പിന്നെ ഞാൻ ചുടുന്ന സമയത്തിൽ ഞാൻ തട്ടിയിട്ടാണ് ചുട്ടത്. നമ്മൾ ഓരോ വീഡിയോയും നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പം ഓരോ റെസിപ്പികളിലും ഓരോ കഥകളുണ്ടാവും നമുക്ക് വീട്ടിൽ. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ആയിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്ത് എടുക്കുന്നത്. പിന്നെ അത്രയും എന്താ പറയല്, ഓരോ റെസിപ്പിയും അത്രയും നല്ല നീറ്റായിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സിൻ്റെ മുന്നിൽ നമുക്ക് എത്തിക്കണം എന്നില്ല ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു വീഡിയോ ഫ്ലോപ്പ് ആവാൻ
ആവാനോ ഒന്നും പാടില്ലല്ലോ. നമ്മളെങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങളും ചെയ്തെടുത്തിട്ട് എന്താ പറയല് ആ ഒരു ടേസ്റ്റും ആ ഒരു ഇതിലും നമ്മളെ കമൻറ്റിലിടുമ്പം അത്രയും ഒരു സന്തോഷമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്ന ആ ഒരു ടൈമിൽ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റിലെ പൂ പോലത്തെ നമ്മളെ വൈറ്റ് ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻറ്റ് പറയുക, ലൈക്ക് ചെയ്യുക, വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എന്താ പറയലേ, അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇതിൽ തന്നെ ഞാനൊരു ഷവർമ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് നെക്സ്റ്റ് വീഡിയോയിലിടും. അപ്പോൾ എല്ലാവർക്കും